നമസ്കാരം. പ്രധാന വാർത്തകൾ. PR ശ്രീജേഷിനെ സംസ്ഥാന സർക്കാർ അനുമോദിക്കും. ചടങ്ങ് സെപ്റ്റംബർ 24-ന് തലസ്ഥാനത്ത്. പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയതിന് പിന്നാലെ ഗോൾ കീപ്പറും മലയാളി താരവുമായ PR ശ്രീജേഷിനെ അനുമോദിക്കുന്ന ചടങ്ങ് നടത്താൻ സംസ്ഥാന സർക്കാർ സെപ്റ്റംബർ 24-ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്താണ് ചടങ്ങുകൾ. ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കൾക്ക് സർക്കാർ നിയമന ഉത്തരവ് കൈമാറുന്ന ചടങ്ങും അന്ന് നടക്കും. മന്ത്രി ഉത്തരവിട്ടു. SA റോഡിലെ തുറന്ന ഓട ഉടൻ സ്ലാബിട്ട് മൂടും. പരിക്കേറ്റ സജീവിന് ആശ്വാസമായി നഷ്ടപരിഹാരവും. സ്ലാബില്ലാത്ത ഓടയിൽ വീണ സംഭവത്തിൽ പരാതിയുമായി എത്തിയ MK സജീവിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തിൽ ആശ്വാസം. സജീവിന് അപകടം സംഭവിച്ച തിരുവനന്തപുരത്തെ സഹോദരൻ അയ്യപ്പൻ റോഡിലെ ഓട ഉടൻ സ്ലാബിട്ട് മൂടാൻ മന്ത്രി ഉത്തരവിട്ടു. ഈ മേഖലയിലെ ഓട കാട് മൂടിയ അവസ്ഥയിലാണെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതുൾപ്പെടെയുള്ള അപകടാവസ്ഥ ഉടൻ പരിഹരിക്കാൻ മന്ത്രി കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമ്മയെയും മകളെയും കാർ ഇടിച്ചു തെറിപ്പിച്ചു. പാലക്കാട് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അമ്മയെയും മകളെയും കാർ ഇടിച്ചു തെറിപ്പിച്ചു. പാലക്കാട് തൃത്താല ഞാങ്ങാട്ടിരിയിലാണ് അപകടം നടന്നത്. ഞാങ്ങാട്ടിരി സ്വദേശി പന്തല്ലൂർ വീട്ടിൽ ശോഭ, മകൾ ശില്പ എന്നിവർക്കാണ് പരിക്കേറ്റത്. മകളെ ബസ് കയറ്റാനായി ഞാങ്ങാട്ടിരിയിൽ എത്തിയതായിരുന്നു ഇരുവരും. ഇതിനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കുട്ടനാട് ഭാഗത്തുനിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്രൈംബ്രാഞ്ചിന് തിരിച്ചടി. ഗംഗേശാനന്ദയ്ക്കെതിരായ കുറ്റപത്രം കോടതി മടക്കി. പേട്ടയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ ഗംഗേശാനന്ദയ്ക്കെതിരായ കുറ്റപത്രം കോടതി മടക്കി. പൂജയ്ക്കെത്തിയ വീട്ടിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന മൊഴിയിൽ പേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ഈ കേസിലാണ് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തി കുറ്റപത്രം നൽകിയത്. ലോക്കൽ പോലീസിന്റെ സീൻ വഹസിൽ സമയം രേഖപ്പെടുത്തിയതും ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന കേസിൽ ചില വകുപ്പുകൾ കുറവ് ചെയ്തതിന്റെ രേഖകളിലെ അവ്യക്തയും ചൂണ്ടിക്കാട്ടിയാണ് കുറ്റപത്രം മടക്കിയത്. കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ പരിശോധിച്ച് തിങ്കളാഴ്ച തന്നെ കുറ്റപത്രം വീണ്ടും സമർപ്പിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചു. ഓട്ടോ സ്റ്റേറ്റ് പെർമിറ്റിനെ എതിർത്ത് CITU. അപകട സാധ്യതയും സംഘർഷ സാധ്യതയും ചൂണ്ടിക്കാണിച്ച പരാതി. സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ പെർമിറ്റിൽ ഇളവ് നൽകിയ സർക്കാർ തീരുമാനത്തിനെതിരെ CITU രംഗത്ത്. ഓട്ടോയ്ക്ക് സ്റ്റേറ്റ് പെർമിറ്റ് വേണ്ടെന്നും അത് അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും ഗതാഗത മന്ത്രിക്ക് നൽകിയ കത്തിൽ CITU ചൂണ്ടിക്കാണിക്കുന്നു. ജില്ലാ അതിർത്തിയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ വരെ പോകാൻ മാത്രമാണ് ഓട്ടോയ്ക്ക് അനുമതി ഉണ്ടായിരുന്നത്. ഇത് 30 ആക്കണമെന്നായിരുന്നു CITUവിന്റെ ആവശ്യം. എന്നാൽ സ്റ്റേറ്റ് പെർമിറ്റ് നൽകിയാൽ അപകട സാധ്യത വർദ്ധിക്കുമെന്നും മറ്റു തൊഴിലാളികളുമായി സംഘർഷങ്ങൾക്ക് വഴിതെളിക്കുമെന്നും CITU ആരോപിക്കുന്നു. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് ഫെഡറേഷനും രംഗത്തെത്തിയിട്ടുണ്ട്.